ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാന്റെ സംസ്കാര ചടങ്ങുകൾ അത് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്ത് ഇന്ന് സഭ സിനഡ് ചേരും. മെത്രാപ്പൊലീത്തയെ ഇടിച്ചു വീഴ്ത്തിയ വാഹനം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ശശി നാരായണനാണ് ആദ്യം ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, എപ്പോഴാണ് സിനഡ് ചേരുക? ഇന്ന് 9 മണിയോടുകൂടിയായിരിക്കും സിനഡ് ചേരുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വൈദികരും ബിഷപ്പുമാരും ഒക്കെ എത്തിയതിനു ശേഷമായിരിക്കും സിനഡ് ചേരുക. അങ്ങനെയാണ് ഇപ്പോൾ സഭയുടെ ഔദ്യോഗിക നേതൃത്വം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും KP യോഹന്നാന്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുക എന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുക. എന്തായാലും പ്രത്യേകം അതിനുശേഷമായിരിക്കും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും. എന്തായാലും അതും 2 ദിവസം എടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. കാരണം അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തിരുവല്ല ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആസ്ഥാനത്ത് തിരുവല്ലയിൽ എത്തിക്കുക. അവിടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് കൂടുന്ന സിനഡിലായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ട്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇന്ന് നടക്കും. ഇന്നലെ രാത്രിയും ബിഷപ്പുമാരും ഒക്കെ അവര് ഈ കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ചയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്ന് കൂടുന്ന വൈദികരുടെയും അതുപോലെ തന്നെ കൗൺസിലിലായിരിക്കും ഇത്തരമൊരു തീരുമാനമെടുത്തതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അമേരിക്കയിലുള്ള നടപടിക്രമങ്ങൾ മൊത്തം പൂർത്തിയാക്കിയതിനു ശേഷം പ്രത്യേകം പൊതുവെ ശരീരം ഇവിടെ എത്തിച്ചതിന് ശേഷം പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുക. എന്തോ ശശി, ഈ ഇടിച്ച വാഹനം അത് തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരം വരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് ഈ വാഹനം ഓടിച്ചിരുന്ന ആരാണ്? അത്തരത്തിലെന്തെങ്കിലും വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കസ്റ്റഡി എടുത്തു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സ്വാഭാവികമായും ഈ 2 ദിവസം മുമ്പാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അമേരിക്കയിലെ ചർച്ചിൽ ഇതിന്റെ പ്രഭാത നടത്തതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ വാഹനം ഇടിക്കുന്നത്. സാധാരണ ഈ ചർച്ചിലിന്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് അദ്ദേഹം നടക്കാറുള്ളത്. അപകടം പറ്റുന്ന ദിവസം ചർച്ചിന് വെളിയിലുള്ള റോഡിൽ കൂടി നടക്കുന്നതിനിടയിലാണ് പിന്നിൽ നിന്നും വാഹനം ഇടിച്ച് അപകടമുണ്ടാകുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ഒക്കെ ചെയ്ത്. ഏതായാലും ആന്തരികമായ വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയ ആന്തരികമായ രക്തസ്രാവം ഉണ്ടാവുകയും അത് ഒരു സർജറിയിലൂടെ രക്തസ്രാവമൊക്കെ നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരത്താണ് ഈ ഹൃദയസ്തംഭനം ഉണ്ടാവുകയും തുടർന്ന് അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ആ വാഹനം എന്തായാലും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഇനി നമുക്ക് ലഭിക്കേണ്ടതിനും ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് വാഹനം കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഭൗതിക ശരീരം തിരുവല്ലയിൽ എത്തിക്കുക. ആ കാര്യങ്ങളെല്ലാം സഭയുടെ വൈദികരും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അമേരിക്കയിലെ ഈ ഡാലസിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് ഉണ്ടായിരിക്കുന്നത്. കാരണം സഭയെ നയിക്കുകയും വളരെ കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു വലിയ മനുഷ്യസ്നേഹിയായ വ്യക്തിയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ നഷ്ടമായിരിക്കുന്നത്. കാരണം സാധാരണ നെരണം തിരുവല്ലയിൽ നെരണം എന്ന ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ ജനിച്ച് തുടർന്ന് 1974 വൈദിക പഠനത്തിന് അമേരിക്കയിലെത്തിയും അവിടെ നിന്നും 1978 ജർമ്മൻ സ്വദേശിയായ ഗിസലെ വിവാഹം കഴിക്കും. 2 പേരോട് ചേർന്നാണ് പിന്നീട് ഈ വൈദിക വേലകൾക്ക് ഇറങ്ങുകയും അത് ഒരു സഭയായി രൂപാന്തരപ്പെടുകയും 2003 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന സഭ രൂപീകരിക്കും. അത് കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയാണ്. കാരണം ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. കാരണം ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ ചികിത്സിക്കുക, ആതുരാലയങ്ങൾ സ്ഥാപിച്ച് അവിടെ സൗജന്യ ചികിത്സകൾ ഏർപ്പെടുത്തുക, വിദ്യാഭ്യാസ രംഗത്ത് വലിയ സാധാരണപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെയുള്ള സഭ നടത്തിയ മാതൃകമായ പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ യോഹന്നാൻ മെത്രാപ്പൊലീത്ത. അതുകൊണ്ട് തന്നെ സഭയുടെയും വിശ്വാസികളെയും സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. വിവിധ സഭകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഈ സഭയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനമാണ് യോഹന്നാന്റെ നേതൃത്വത്തിൽ ഈ ബിലീവേഴ്സ് ചർച്ച് നടത്തി വന്നത്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ വിയോഗം സഭാവിശ്വാസികളെ സംബന്ധിച്ചും വൈദികരെ സംബന്ധിച്ചും ബിഷപ്പുമാരെ സംബന്ധിച്ചൊക്കെ വലിയ തീരാ നഷ്ടമാണ്. എന്തായാലും ഈ ഭൗതിക ശരീരം എത്തിയ ശേഷം പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അത് എന്താണ് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ന് 9 മണിക്ക് ചേരുന്ന സിനഡിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്തൊക്കെ രീതിയിലുള്ള ചടങ്ങുകളാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുക. എന്തായാലും ഈ വാഹനാപകടത്തിൽ തന്നെ മരിച്ച സാഹചര്യത്തിൽ അമേരിക്കയിലെ നടപടിക്രമങ്ങൾ നിയമപരമായുള്ള കാര്യങ്ങളൊക്കെ
നടത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹം തിരുവല്ലയിലെ ആസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷന്മാർ അത്തനേഷ്യസ് യോഹാൻ അന്തരിച്ചു. KP യോഹന്നാൻ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം ഈ സുവിശേഷ പ്രസംഗ വേലയിൽ അദ്ദേഹത്തിന്റെ ഒരു ആരംഭം. അതിനെ തുടർന്നാണ് പിന്നീടാണ് ഈ ബിലീവേഴ്സ് ചർച്ച് എന്നുള്ള പ്രസ്ഥാനം, സഭ അത് അദ്ദേഹം സ്ഥാപിക്കുകയും ബിഷപ്പാവുകയും ചെയ്തത്. എന്നാൽ ഇന്നലെയാണ് അപകടത്തെ തുടർന്നുള്ള മരണം സംഭവിച്ചത്. അപകടം നടന്നത് 2 ദിവസം മുമ്പാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്